ഇന്ന് ഞാൻ ചെറിയൊരു പണിയിലാണ് കേട്ടോ. ചെറിയൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുകയാണ്. മക്കളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ട്രിക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഒരു രസമല്ലേ. അവർക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ കളികളും കാര്യങ്ങളും കുത്തിമറിയലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇവർ രണ്ടുപേരും കൂടെ ഉള്ളത്. ഞാനും ചേച്ചിയും റിലാക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് കുശുമ്പൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുനി ചേട്ടൻ അതത്ര പിടിച്ചില്ല. സുനി ചേട്ടൻ പറഞ്ഞു, വാ എല്ലാവരും റെഡിയാവും, വയനാട് ചുരമൊക്കെ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അത് കേട്ട മതി കേൾക്കാത്ത മതി ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി ഓടിച്ചാടി വണ്ടിയിൽ കയറി കേട്ടോ. ഈ ഒരു പള്ളി ഞാൻ എപ്പോഴും കാണാറുണ്ടെങ്കിലും ഇത്ര ലൈറ്റൊക്കെ ഇട്ടിട്ട് ബ്യൂട്ടി ആയിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. വയനാട് ചുരം എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഫോഗായിരുന്നു. എത്രാമത്തെ ചുരമാണെന്ന് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. പക്ഷേങ്കിൽ അവിടെ ഇങ്ങനെ കുറേ ഫുഡ് സ്റ്റോളും അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു ചുരമാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, ഫേമസ് ആണ്. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കട്ടപ്പുക ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു കേട്ടോ. നോക്കുമ്പോൾ ഇങ്ങനെ പുക ഇടുമായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് ഒന്നും കൂടെ ആക്കി തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു മായാലോകത്തൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ആകെ 2-3 കടയേ ഉള്ളൂ, പക്ഷെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഭയങ്കര കൊതി നമുക്ക് തോന്നുന്ന പോലത്തെ സാധനങ്ങളാണ്. അപ്പോഴത്തേക്ക് ഇതാ റിയാൻ വന്ന് കുറേ ലിസ്റ്റുമായിട്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് കണ്ണനും പറയുന്നുണ്ടായിരുന്നു അത് വേണ്ടപ്പാ ഇത് വേണം എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ ഓർഡർ എടുക്കാനുള്ള ആൾ വന്നു. നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് റിയാനും കണ്ണനും കൂടെ എല്ലാം വാങ്ങി വരുന്നു. പൊന്നൂസ് ഒന്നിനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം പൊന്നൂന് നന്നായിട്ട് അറിയാം ഇതൊക്കെ അവന് കിട്ടുന്നുള്ളത്. ഈ പിള്ളേര് ഓർഡർ ചെയ്യാൻ മാത്രമേ എത്ര നാവെടുക്കാറുള്ളൂ. ഇവർക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇത്രയൊന്നും സാധനങ്ങൾ. എപ്പോഴും ഉള്ളതാണ് കേട്ടോ. പക്ഷെ പാവം പൊന്നു എല്ലാം കഴിച്ച് ഒന്നും മിണ്ടാണ്ടിരിക്കും, ഒരു പരാതിയും ഇല്ലാതെ. ഇതുപോലെയുള്ള എത്ര പിള്ളേരുണ്ട് നിങ്ങളുടെ വീട്ടിൽ? ചുമ്മാ എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കും എന്നിട്ട് കഴിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ ഈ പിള്ളേർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അവർക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുറേ സീൻ ഒടിച്ചു, വായി നോക്കി. നല്ല രസമാണല്ലോ. അപ്പോഴത്തേക്കും റിയാൻ ഇങ്ങനെ പത്തിരി വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സുനിഷേട്ടൻ പോയി അത് വാങ്ങിച്ചു കൊടുത്തു. കണ്ണന് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.